ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞങ്ങളിപ്പം അൽ റുവൈസിലാണ് താമസിക്കുന്നത്, അബുദാബിയിൽ. അപ്പം ഈ അൽ റുവൈസ് ഇൻഡസ്ട്രിയൽ എക്സിറ്റിൻ്റെ അടുത്തായിട്ട്, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് അൽദാന ഫാം ആൻഡ് മിനി സൂ. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാർക്കുണ്ട്, ഇതിനടുത്ത് നഴ്സറി ഉണ്ട്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വലിയ കളക്ഷനുണ്ട്, മിനി സൂ ഉണ്ട്. അപ്പോൾ കുറച്ച് ആനിമൽസ് ആൻഡ് ബേർഡ്സിനെ കാണാം. ഞങ്ങൾ ഈവനിങ് 5:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ നല്ല ലൈറ്റിംഗ് ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക്. കാരണം സൂര്യൻ്റെ വെളിച്ചമുണ്ട്, എന്നാൽ ചൂടൊത്തിരി ഇല്ല, ചെറിയ കാറ്റുണ്ട്. അപ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് നടക്കാൻ പറ്റും, കാഴ്ചകൾ എൻജോയ് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു. നമ്മളുടെ എൻട്രൻസ് ആയത് ഇവിടെ കയറുമ്പോൾ റൈറ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പാർക്ക് ഏരിയ ആണ്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നഴ്സറി, മിനി സൂ ഒക്കെ ലെഫ്റ്റ് സൈഡിൽ. ഇത് കണ്ടോ, ലൈറ്റ്സ് ഒക്കെ ഇട്ടു, അവിടെയൊക്കെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാർട്ടിൽ പ്ലാന്റ്സ് വേണ്ട കേട്ടോ, അത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. റൈറ്റ് സൈഡിൽ കണ്ടോ, അവിടെ ഒരു റീക്രിയേഷൻ ഏരിയ, ബാർബിക്യൂ ചെയ്യാനുള്ളൊരു സ്പോട്ട്, ഗ്രിൽ ഏരിയ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ചെന്ന അന്ന് ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ ഉള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ. പാർക്ക് ഏരിയയിൽ ഒരു കയോസ്ക് പോലെ ഉണ്ട്, പോപ്കോണും ടീ, കോഫി, ജ്യൂസൊക്കെ കിട്ടുന്ന പോലത്തെ. പക്ഷെ അവിടെ വെൻഡേഴ്സിനൊന്നും കണ്ടില്ല. അതിപ്പോൾ ഞങ്ങൾ ചെന്ന പെർട്ടിക്കുലർ ഡേ ആരും ഇല്ലാഞ്ഞതാണോ അതോ അവിടെ അങ്ങനത്തെ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം അത് ആക്റ്റീവ് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ, കാരണം പിള്ളേർ കളിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ ഒരു റീഫ്രഷ്മെൻറ്റ് കിട്ടുമ്പം ഒരു സന്തോഷമാണല്ലോ. നെക്സ്റ്റ് ബൈക്ക് ട്രാക്കാണ്. അപ്പം ഇവിടെ 6 years എബോവ് ഉള്ളവർക്ക് ബൈക്സ് റൈഡ് ചെയ്യാം. അപ്പം 6 years ഉള്ളവന് ഇച്ചിരി ഒരു ഹെസിറ്റൻ്റ് ആയിരുന്നു പോകാൻ. പിന്നെ അപ്പ നന്നായി മോട്ടിവേറ്റ് ചെയ്ത് അവനെ ഒന്ന് റൈഡ് ചെയ്തിട്ട് വായോന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് പിന്നെ പുള്ളി ഉഷാറായി. ഇളയാൾ അതിന് മുമ്പേ വണ്ടിയെ കയറി ഇരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി, പക്ഷെ അത് പോസിബിൾ അല്ലല്ലോ. മോന് ആദ്യം ഒരു ഫിയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, പക്ഷെ അത് കഴിഞ്ഞ് അവൻ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോയപ്പം അവനേക്കാളും എക്സൈറ്റഡ് ആയിരുന്നു അവൻ്റെ അപ്പ. എല്ലാ പാരൻസ് അങ്ങനെ ആയിരിക്കുമല്ലേ, കുഞ്ഞുങ്ങളുടെ വിജയങ്ങളിൽ അവർക്ക് ആയിരിക്കും ഇച്ചിരിയും കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതൽ. അനിയനെ കയറ്റി കേട്ടോ ലാസ്റ്റ്, ഒരു ഹെൽമെറ്റും ഇട്ട് അടങ്ങിയിരിക്കാമെങ്കിൽ കയറിക്കൊള്ളാൻ ആ കെയർ ടേക്കർ പറഞ്ഞു. അപ്പോൾ അത് അവന്മാരനുസരിച്ചു. അപ്പോൾ കുറച്ച് സമയം അവർ അതിൽ എൻജോയ് ചെയ്ത് ഓടിച്ചു പോന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്കും, അത് കാണുന്ന ഞങ്ങൾക്കും. നെക്സ്റ്റ് കിഡ്സ് ആർച്ചറിയുടെ ഒരു കോമ്പൗണ്ടാണ്, പക്ഷെ അവിടെ ആരെയും കണ്ടില്ല കേട്ടോ നമ്മൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഴിക്കോട് നിന്നുള്ളൊരു ഫാമിലിനെ ഞങ്ങൾ കണ്ടത്. അവരും റുവൈസിൽ പുതിയതാണ്, അവർക്ക് ട്വിൻസാണ് ബോയ്സ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും നമ്മളെ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വില്ലന്മാരെ ഓടിക്കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ആ പിള്ളേർ കളിക്കാനുള്ളൂ. പിന്നെ ഇവന്മാർ ഓടി ഓടി പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ആ ബൈക്സിൻ്റെ അടുത്ത് നിൽക്കുന്ന ക്യാമലിൻ്റെ അടുത്തേക്ക്. വിളിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും അവന്മാർ നിന്നില്ല. അവസാനം അപ്പൻ 100 ഓടിപ്പോയി ജസ്റ്റ് ആ ക്യാമലിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന പോലെയായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ല, സേഫായിട്ട് തന്നെ പോയി. അപ്പം വളരെ മോശമാവായിരുന്നൊരു സിറ്റുവേഷൻ ചിരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റി. ഇവിടെ ഒത്തിരി ഹോഴ്സ് ഉണ്ട് ഈ ഫാമിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോഴ്സ് റൈഡിങ് ഇവിടെ പോസിബിളാണ്. അതിനെ കോച്ച് ചെയ്യാനൊരു ക്യാപ്റ്റനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേബിൾ സെറ്റപ്പാണ്. അപ്പോൾ സ്റ്റേബിളിലും ഒത്തിരി കുതിരകളുണ്ട്. പിന്നെ ആ ഹോഴ്സ് അറീനയിലും അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ലേഡീസ് ഉണ്ട്. നമുക്ക് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഞങ്ങളുടെ വീഡിയോസ് എടുക്കരുതെന്ന്. അപ്പോൾ അവരുടെ ആ റിക്വസ്റ്റ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടില്ല. ഇത് നമ്മുടെ കലമാൻ. ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്ന ആ കൊമ്പെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ബോൺ ലൈക്ക് നമ്മുടെ പശുവിൻ്റെയൊക്കെ കൊമ്പ് പോലെയാണ്. പക്ഷേ ഇവറ്റകൾക്ക് ഒരു വെൽവെറ്റ് ലൈക്ക് ടെക്സ്റ്റേർഡാണ് എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഈ വലിയ കൂട് നിറയെ പല വലിപ്പത്തിലും നിറത്തിലും ഉള്ള മുയൽ കുഞ്ഞുങ്ങളാണ്. മുയൽ കുഞ്ഞുങ്ങളും മുയൽ അമ്മകളും അച്ഛന്മാരും ഒക്കെയുണ്ട്. ഒത്തിരി മുയലുകളുണ്ട്, പല സൈസിലുള്ളത്. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ കൊമ്പുള്ള ചെമ്മരിയാടാണോ ഇത്, കൂടെ ഉള്ള ഒരാട്, പിന്നെ നോർമൽ ആടുകൾ, പിന്നെ കണ്ടോ ഓസ്ട്രിച്ച്. ചേട്ടനേക്കാളും ഹൈറ്റും ഉണ്ട് കേട്ടോ ഈ ഓസ്ട്രിച്ചിന്. അത് കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ടായിരുന്നു. ഇവരാരാന്ന് മനസ്സിലായോ? വലിയവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും പെപ്പ പിഗ് കാണുന്ന പിള്ളേർക്ക് മനസ്സിലായി കാണും.
അതിൻ്റെ അകത്തുള്ള മാഡം ഗസേലിൻ്റെ ഫാമിലി മെമ്പേഴ്സാണിവർ. ഗസേൽ ഗസേൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. മാനുകൾ, ചെറിയ ഇനം മാനുകളാണ് ഗസേൽസ്. പിന്നെ താറാക്കൂട്ടമുണ്ട്, പിന്നെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി കോഴികളുടെ ഒരു കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കോഴികളെ നമുക്ക് വിലയില്ലല്ലോ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട്. പിന്നെ പീകോക്ക്, എന്താന്നാ അവൻ്റെ ഗമ. കുറേ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടും അവൻ പീലി വിടർത്തിയില്ല കേട്ടോ. മെജസ്റ്റിക്കായിട്ട് തലയും ഉയർത്തിപ്പിടിച്ച് അങ്ങ് നടക്കുമായിരുന്നു. പുള്ളിക്കാരൻ്റെ പാർട്ട്ണറും ഉണ്ട് കൂടെ. ഓസ്ട്രിച്ചിന് എന്തായാലും ഞങ്ങളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. തിരിച്ചു പോകാൻ നേരത്ത് എന്തൊക്കെയോ കയ്യും കലാശവും കാണിച്ച് വർത്താനം പറയുന്നുണ്ടായിരുന്നു. ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടുള്ള സൂകളിലൊന്നും ഇത്ര റിലാക്സ്ഡ് ആയിട്ട് ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല. ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കുറച്ച് അധികം സമയം നിൽക്കാനൊക്കെ പറ്റി. അപ്പോൾ ഞങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് മടങ്ങിയത്. ഇനി നിങ്ങളുടെ ചാൻസാണ് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ.